ഹേ ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് നോക്കുകയാണെങ്കിൽ കിച്ചൺ കെയർ പ്രൊഡക്റ്റ് ആയിട്ടാണ് ഞാനിന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ പ്രൊഡക്റ്റ് എന്താണെന്ന് നോക്കുകയാണെങ്കിൽ ഒരു ഇലക്ട്രിക് കെറ്റിലും അതോടൊപ്പം തന്നെ വെജിറ്റബിൾ ചോപ്പറാണ് കേട്ടോ. അപ്പോൾ ഇതാണ് ബോക്സ്. അപ്പോൾ നമുക്ക് ആദ്യം ഇലക്ട്രിക് കെറ്റിലിൻ്റെ ആ ഒരു ലിറ്റർ വൈസും കാര്യങ്ങളൊക്കെ നോക്കാം. അപ്പോൾ 1.5 ലിറ്ററാണ് ഇലക്ട്രിക് കെറ്റിലിൻ്റെ ലിറ്റർ വൈസ് നോക്കുകയാണെങ്കിൽ. അതേപോലെ തന്നെ നമ്മുടെ ചോപ്പറിൻ്റെ ആണെങ്കിൽ 900 ml ആണെന്ന് തോന്നുന്നു. നമുക്കിത് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ പ്രൈസും ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതായിരിക്കും കേട്ടോ. ഓക്കെ, ഇതേപോലെ ഒരു ബോക്സിലാണ് കേട്ടോ നമ്മുടെ പ്രൊഡക്റ്റ് ഉള്ളത്. അപ്പം നമുക്ക് ഓപ്പൺ ചെയ്തെടുക്കാം. ഓക്കെ, ഇതാണ് നമ്മുടെ പ്രൊഡക്ട്സ് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ഞാൻ ഇലക്ട്രിക് കെറ്റിൽ എടുക്കാം. ആദ്യമേ തന്നെ ഇലക്ട്രിക് കെറ്റിലിനെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ അതിൻ്റെ വയറായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇതാണ് കേട്ടോ. നമ്മുടെ ഇലക്ട്രിക് കെറ്റിലിൻ്റെ പാർട്സൊക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കാം കേട്ടോ. അതായത് കോഡിൻ്റെ ലെങ്ത് വൈസ് നോക്കുകയാണെങ്കിൽ 1 മീറ്ററാണ് വരുന്നത്. അപ്പം നമ്മൾ അതായത് ഇവിടേക്ക് ഈ ഒരു മിഡിൽ പാർട്ട് കണ്ടില്ലേ, ഇവിടെയാണ് നമ്മൾ കെറ്റിൽ ഇൻസേർട്ട് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇനി കെറ്റിലിൻ്റെ ബാക്കി ഭാഗങ്ങൾ ഞാൻ കാണിക്കാം. അപ്പോൾ നമ്മുടെ കെറ്റിൽ വന്നിട്ടുള്ളത് ഇതേപോലെയാണ്. കളർ വൈസ് നോക്കുകയാണെങ്കിൽ സിൽവറാണ് കേട്ടോ. അപ്പോൾ ലിറ്റർ വൈസ് ഞാൻ പ്രീവിയസ്ലി പറഞ്ഞു 1.5 ലിറ്ററാണ് വരുന്നത്. പിന്നെ നമുക്ക് അടുത്തായിട്ട് എടുത്തു പറയേണ്ട ഒരു ഫീച്ചർ നോക്കുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് കട്ട് ഓഫ് ആകും കേട്ടോ. അതായത് നമ്മൾ വെള്ളമൊക്കെ വെച്ച് തിളപ്പിക്കുന്ന സമയത്ത് ആ തിളയൊക്കെ വന്നതിന് ശേഷം നമുക്ക് വേണ്ടത്രയും തിളച്ചതിന് ശേഷം തനിയെ ഓട്ടോമാറ്റിക്കായിട്ട് കട്ട് ഓഫ് ആകുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ വാട്ട് വൈസ് നോക്കുകയാണെങ്കിൽ 1500 വാട്ടാണ് പവർ വൈസ് വരുന്നത് കേട്ടോ. അപ്പോൾ അതായത് നമ്മളിപ്പം ഇതേപോലെ ജസ്റ്റ് ഒന്ന് ഇവിടെ കണ്ടില്ലേ, ഇങ്ങനെ പ്രസ് ചെയ്യുക. ഇങ്ങനെ പ്രസ് ചെയ്യുമ്പം ഇത് ഓപ്പണായി വരുന്നുണ്ട് ക്ലോഷർ. ആഫ്റ്റർ ദാറ്റ് ഉള്ളിൽ കണ്ടില്ലേ സ്റ്റെയിൻലെസ് ആയിട്ടുള്ള സ്റ്റീലാണ്. അപ്പോൾ നമ്മൾ നീഡഡ് ക്വാണ്ടിറ്റി നമുക്ക് വേണ്ടത്രയും വാട്ടർ ഇതിൽ നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ക്ലോസ് ചെയ്യാം. ക്ലോസ് ചെയ്യുമ്പോൾ ഇങ്ങനെ ക്ലോസ് ചെയ്യരുത്. നമ്മൾ ജസ്റ്റ് ഇവിടെ കണ്ടില്ലേ, ഇവിടെ ജസ്റ്റ് ഒന്ന് നമ്മൾ ഇതേപോലെ ആക്കിയിട്ട് വേണം ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതിനുശേഷം നമ്മുടെ ആ ഒരു വെള്ളം, അതായത് വെച്ച വെള്ളമൊക്കെ ഉണ്ടല്ലോ, അത് ആവശ്യത്തിന് തിളയ്ക്കുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് കട്ട് ഓഫ് ആവുന്നതായിരിക്കും. അപ്പോൾ ഇവിടെ ഓൺ ആൻഡ് ഓഫ് ഒക്കെ ഉണ്ട്. നമ്മൾ വാട്ടർ വയ്ക്കുന്ന സമയത്ത് ഇവിടെ ലൈറ്റനിങ്, അതായത് ഒരു റെഡ് കളർ ലൈറ്റ് കണ്ടില്ലേ, ഈ ഒരു ലൈറ്റ് നന്നായിട്ട് കത്തി നിൽക്കും കേട്ടോ. അപ്പോൾ നമ്മൾ ഇൻസേർട്ട് ചെയ്യേണ്ടത് ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മൾ ഈ ഒരു മിഡിൽ പോർഷനിൽ വേണം നമ്മൾ ഈ ഒരു കെറ്റിൽ ഇൻസേർട്ട് ചെയ്യാനായിട്ട്. ഈ ഒരു ഭാഗം കണ്ടില്ലേ സെൻട്രൽ പോർഷൻ, അത് ജസ്റ്റ് നമ്മൾ ഇതേപോലെ ഒന്ന് നോക്കി സൂക്ഷിച്ച് കൺവീനിയൻ്റ് ആയിട്ടുള്ള ഗ്രിപ്പാണ് കേട്ടോ. ഓക്കെ, കണ്ടില്ലേ, ഇത്രയേ ഉള്ളൂ. ഇലക്ട്രിക് കെറ്റിലിൻ്റെ പ്രൈസ് വൈസ് നോക്കുകയാണെങ്കിൽ 2499 രൂപയാണ് കേട്ടോ. പിന്നെ ഞാൻ പറയാൻ വിട്ടുപോയൊരു കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ പറഞ്ഞല്ലോ ഓട്ടോമാറ്റിക് കട്ട് ഓഫ് ആവുന്നു. ഓട്ടോമാറ്റിക് കട്ട് ഓഫ് ആവുന്ന സമയത്ത് തന്നെ നമ്മൾ ഈ ടൈറ്റനായിട്ട് ഓൾറെഡി വെള്ളമൊക്കെ സ്റ്റോർ ചെയ്ത് അടച്ച് വെച്ച് നമ്മൾ തിളപ്പിക്കാൻ വെക്കുമല്ലോ, സ്വിച്ചൊക്കെ ഓണാക്കി. അപ്പോൾ വെള്ളം തിളച്ച് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് കട്ട് ഓഫ് ആവുന്ന സമയത്ത് ഈ ഒരു ക്ലോഷർ ഇല്ലേ, ഈ ഒരു അടപ്പ് ജസ്റ്റ് ഇങ്ങനെ തനിയെ തുറന്ന് ഇങ്ങനെ ഇരിക്കും കേട്ടോ. രണ്ടും ബട്ടർഫ്ലൈയുടെ പ്രൊഡക്ട്സ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ധൈര്യമായിട്ട് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ ഈ ഒരു ചോപ്പറിനെ കുറിച്ചിട്ടാണെങ്കിലും നമുക്ക് ആമസോണിലൊക്കെ നോക്കിയാൽ അറിയാൻ പറ്റും, ഒരുപാട് റിവ്യൂസ് ഉണ്ട് കേട്ടോ. അതായത് ബട്ടർഫ്ലൈയുടെ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ നമുക്ക് എന്താ പറയുക ഹാൻഡിൽ ചെയ്ത് പോകാൻ പറ്റും. പെട്ടെന്നൊന്നും ഡാമേജോ കാര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടാവില്ല. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് വൈസ് നോക്കുകയാണെങ്കിൽ 1383 രൂപയാണ് ഈ ഒരു ചോപ്പറിൻ്റെ പ്രൈസ് വരുന്നത്. ഓക്കെ, എക്സാക്ട്ലി അത് തന്നെയാണ്, 1383 രൂപയാണ് വരുന്നത്. അപ്പോൾ ചോപ്പറിൻ്റെ ml വൈസ് നോക്കുകയാണെങ്കിൽ 900 ml ആണ് വരുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഓപ്പൺ ചെയ്യാം. ഭയങ്കര ഈസിയാണ് കേട്ടോ. ഈ ഒരു വെജിറ്റബിൾ ചോപ്പറിൻ്റെ ഹെൽപ്പ് എന്ന് പറയുന്നത് ഭയങ്കര എന്താ പറയുക, ഭയങ്കര ഉപകാരമാണ്. നമ്മുടെ കിച്ചണിൽ അത്യാവശ്യമായിട്ട് ഉണ്ടായിരിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ഇതേപോലെ പാക്കേജിങ് ഒക്കെ ഉണ്ട്. ഓക്കെ, ഇതാണ് നമ്മുടെ ബട്ടർഫ്ലൈയുടെ വെജിറ്റബിൾ ചോപ്പർ. അപ്പം എനിക്ക് മറ്റുള്ള ചോപ്പർ ആയിട്ട്, അതായത് ബ്രാൻഡ് വൈസ് കമ്പാരിസൺ ചെയ്തപ്പം ഹോണസ്റ്റ്ലി തോന്നിയൊരു കാര്യം എന്ന് വെച്ചാൽ നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ. നമുക്ക് ഈ ഒരു പ്രൊഡക്റ്റ് നമ്മുടെ കയ്യിൽ എടുത്തിട്ട് ഇതിൻ്റെ ക്വാളിറ്റി വൈസ് ചെക്ക് ചെയ്യുമ്പോൾ തന്നെ നല്ലൊരു ക്വാളിറ്റി നമുക്ക് അനുഭവപ്പെടുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമുക്ക് ഭയങ്കര ഈസിയാണ്. നോർമലി ഒരു ചോപ്പറിൻ്റെ ആ ഒരു സെയിം ഇത് തന്നെ നമ്മൾ ഇതേപോലെ ഐറ്റംസ് ഇട്ടിട്ട് ജസ്റ്റ് ഇങ്ങനെ വലിക്കുകയല്ലേ ചെയ്യുന്നത്, അതേപോലെയാണ് ഫങ്ഷനിങ് കാര്യങ്ങളൊക്കെ. അപ്പോൾ ഓപ്പൺ ചെയ്ത് കാണിക്കാം. ഓക്കെ, അങ്ങനെയാണ് കേട്ടോ. ചില ചോപ്പറെ നമ്മളിങ്ങനെ തിരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്, പക്ഷേ ഇതങ്ങനെയല്ല. ഇത് ജസ്റ്റ് ഇതേപോലെ എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലുള്ള ബ്ലേഡ് ഇതാണ് കേട്ടോ. ഓക്കെ,
അപ്പോൾ നമ്മൾ ആദ്യമേ തന്നെ എന്താ പറയുക, ഇതിൻ്റെ ക്വാളിറ്റി വൈസും കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഞാൻ നിങ്ങളുടെ അടുത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതേപോലെ ഒരു ചോപ്പർ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഉള്ളിയോ അതേപോലെ തന്നെ ഇനിയിപ്പോൾ ഗാർലിക് അല്ലെങ്കിൽ വെജിറ്റബിൾസ്, ഓനിയനൊക്കെ അരിയാൻ ഭയങ്കര ഈസിയാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു ചോപ്പറിൽ വെജിറ്റബിൾസ് കട്ട് ചെയ്യാൻ നേരത്ത് നമ്മൾ അതായത് ഇപ്പം ക്ലീൻ ചെയ്തിട്ട്, ഇപ്പം ഉരുളക്കിഴങ്ങൊക്കെ ആണെങ്കിൽ പോലും പൊട്ടറ്റോ ഒക്കെ ആണെങ്കിൽ പോലും നമ്മൾ ക്ലീൻ ചെയ്താക്കിയതിന് ശേഷം ഡയറക്റ്റ്ലി ഇടരുത്, ജസ്റ്റ് കുറച്ച് കഷ്ണങ്ങളാക്കി ഇടുക. ആഫ്റ്റർ ദാറ്റ് നമ്മൾ ആ ഒരു അറിയാമല്ലോ അതിൻ്റെ ഫങ്ഷനിങ്ങും കാര്യങ്ങളൊക്കെ ഇതേപോലെ ഒന്ന് ആക്കിയെടുത്താൽ മതി. നമ്മുടെ നീഡ് അനുസരിച്ച് നമ്മൾ എത്രമാത്രം ഇത് ഇങ്ങനെ വലിക്കുന്നോ അതിനനുസരിച്ചിട്ട് ആ ഒരു സ്ലൈസിങ്ങും കാര്യങ്ങളും ചോപ്പിങ്ങിൻ്റെ ആ ഒരു എന്താ പറയുക അളവ്, ആ ഒരു എക്സാക്ട്ലി പറയുകയാണെങ്കിൽ എന്താ പറയുക, തീരെ ചെറുതായിട്ട് കിട്ടും, അല്ലെങ്കിൽ അത്യാവശ്യം നമുക്കൊരു മീഡിയം ലെവലിൽ നമ്മുടെ ഇഷ്ടപ്രകാരം നമ്മൾ ചെയ്തെടുക്കുക. അപ്പോൾ ഇതാണ് നമ്മുടെ ബട്ടർഫ്ലൈയുടെ ചോപ്പർ. ഇതും ശരിക്കും വളരെ യൂസ്ഫുൾ ആണ് കേട്ടോ, നല്ലൊരു പ്രൊഡക്റ്റാണ്. അതേപോലെ തന്നെ നമ്മൾ ചോപ്പ് ചെയ്തതിന് ശേഷം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ഒരു ബ്ലേഡ് ഉണ്ടല്ലോ, ഇത് ജസ്റ്റ് ഒന്ന് അപ്വേർഡാക്കി നമ്മൾ മാറ്റി വെച്ചതിന് ശേഷം വേണം നമ്മുടെ ചോപ്ഡ് ആയിട്ടുള്ള വെജിറ്റബിൾ ഐറ്റംസോ വാട്ടെവർ, അതായത് ഇനിയിപ്പോൾ ഫ്രൂട്ട്സ് ആണെങ്കിൽ അതൊക്കെ നമ്മൾ മാറ്റി വെക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ഈ ഒരു പ്രൊഡക്റ്റിനെ കുറിച്ചിട്ട് പറയാനുള്ളത്. അതോടൊപ്പം തന്നെ ഞാൻ നോട്ടീസ് ചെയ്തൊരു കാര്യം, മറ്റ് ബ്രാൻഡഡ് അല്ലാത്ത ചോപ്പേഴ്സിൻ്റെ ഒന്നും ബാക്കിൽ ഇതേപോലെ ഒരു എന്താ പറയുക, ഒരു റബ്ബർ ബേസ് പോലത്തെ ഒരു സംഭവം കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതായത് തെന്നി പോവാതിരിക്കാൻ വേണ്ടി. നമ്മൾ ഇത്രയും അത്യാവശ്യം കുറച്ച് ശക്തി കൂട്ടി വലിക്കുമ്പം ഇങ്ങനെ ഒരു സംഭവം, അതായത് ഒരു ഗ്രിപ്പില്ലെങ്കിൽ ആ ഒരു എന്താ പറയുക ചോപ്പറിൻ്റെ ആ ഒരു ഇത് തെന്നിപ്പോകും, മാറിപ്പോകും. അത് പോവാതിരിക്കാൻ വേണ്ടിയിട്ട് നല്ലൊരു റബ്ബർ ബേസ്ഡ് ആയിട്ടുള്ള ഒരു സംഭവം കൊടുത്തിട്ടുണ്ട് അടിയിൽ. ചോപ്പറിൻ്റെ കാര്യത്തിൽ എനിക്ക് നിങ്ങളുടെ അടുത്ത് മസ്റ്റായിട്ട്, അതായത് എന്താ പറയുക, കെയർ ചെയ്യാൻ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാനുള്ള കാര്യം, നമ്മൾ ഈ ഒരു ലിഡ് ഉണ്ടല്ലോ പ്രോപ്പറായിട്ട് ക്ലോസ് ചെയ്യണം കേട്ടോ, അത് നിങ്ങൾ ശ്രദ്ധിക്കുക. ചോപ്പറിനെ കുറിച്ചിട്ട് അടുത്തായിട്ട് പറയുകയാണെങ്കിൽ ഈസിയാണ് നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ, അതുപോലെ തന്നെ ഓപ്പൺ ചെയ്യാൻ വലിയ ഡിഫിക്കൽട്ടൊന്നുമില്ല. ഞാൻ പറഞ്ഞില്ലേ, ജസ്റ്റ് ഒന്നിങ്ങനെ മുകളിലേക്ക് അപ്വേർഡായിട്ട് വലിച്ചാൽ മതി. അതോടൊപ്പം തന്നെ ബ്ലേഡ്സ് എത്ര ഉണ്ടെന്ന് നോക്കുകയാണെങ്കിൽ 6 ബ്ലേഡ്സ് ആണ് കേട്ടോ ഇതിൽ വരുന്നത്. നന്നായിട്ട് തന്നെ നമുക്ക് ചോപ്ഡ് ആയിട്ട് കിട്ടും. വെജിറ്റബിൾസും അതുപോലെ തന്നെ ഫ്രൂട്ട്സൊക്കെ ആണെങ്കിലും നല്ലൊരു ക്വാളിറ്റി ഉണ്ട്, അതാണ് ഞാൻ നോട്ടീസ് ചെയ്തത്. ബട്ടർഫ്ലൈയുടെ ബ്രാൻഡ് ആയതുകൊണ്ട് തന്നെ നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ ഈ ഒരു പ്രൊഡക്റ്റിന്. ബ്രാൻഡഡ് ആയിട്ടുള്ളൊരു പ്രൊഡക്റ്റ് ആയതുകൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് നാശമാവുമെന്നോ ഡാമേജ് ആവുമെന്നോ ഓർത്ത് ആരും പേടിക്കേണ്ട. അത്യാവശ്യം നല്ല രീതിക്ക് നമുക്ക് കുറേ കാലം ഇത് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളും അതേപോലെ തന്നെ ഓഫറിലൊക്കെ പർച്ചേസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ആമസോണിലൊക്കെ അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ നല്ല ഓഫേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ക്വാളിറ്റി പ്രൊഡക്റ്റ് തന്നെ വാങ്ങാൻ വേണ്ടി ശ്രദ്ധിക്കും. കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്ന രീതിക്ക് കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ അതായത് ബട്ടർഫ്ലൈയുടെ ഇലക്ട്രിക് കെറ്റിൽ ആൻഡ് നമ്മുടെ ബട്ടർഫ്ലൈയുടെ തന്നെ ചോപ്പറിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള റിവ്യൂവും കാര്യങ്ങളും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ, ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുമോ എന്തെങ്കിലുമൊക്കെ ഒന്ന് മെൻഷൻ ചെയ്താൽ മതി, ഞാൻ ഡീറ്റെയിൽ പറയുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണുമ്പോഴേക്കും ബൈ, താങ്ക് യു ആൻഡ് പ്ലീസ് ടു സബ്സ്ക്രൈബ് മൈ ചാനൽ. നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണുമ്പോഴേക്കും ടാറ്റാ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ.